ഈ ഒരു വീഡിയോയിൽ രണ്ട് മൊബൈൽ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഒരു മൊബൈലിനകത്ത് ഓറിബോയുടെ എൻ്റെ വീട്ടിലെ ഓറിബോയുടെ മെയിൻ അക്കൗണ്ട് കൺഫിഗർ ചെയ്തിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റർ ആയതുകൊണ്ട് ഇതിനകത്ത് ഒരു ഫാമിലി മെമ്പറുടെ മൊബൈലാണ്. അതിൽ പുതിയൊരു ഓറിബോ അക്കൗണ്ട് മാത്രമേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. ഡിവൈസുകളൊന്നും ലിങ്ക് ചെയ്തിട്ടില്ല, എൻ്റെ വീട് ലിങ്ക് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇത് ഫാമിലി മെമ്പറുടെ മൊബൈൽ, ഇത് ഫാമിലി ഓണറുടെ മൊബൈൽ. അപ്പം ഈ ഫാമിലി ഓണറിൻ്റെ മൊബൈൽ ഇതിന് അഡ്മിനിസ്ട്രേറ്റർ ആയതുകൊണ്ടും കംപ്ലീറ്റ് ഫുൾ ഫംഗ്ഷൻസ് എനേബിൾ ആക്കിയിട്ടും സെറ്റിംഗ് എനേബിൾ ആക്കിയിട്ടും ഇതിനെ ലിമിറ്റഡ് യൂസർ ആക്കിയിട്ടുണ്ടോ അതല്ലെങ്കിൽ ഫുൾ ഫംഗ്ഷനോട് കൂടിയോ എങ്ങനെയാണ് നമ്മൾ ഇഷ്ടം പോലെ ഇതെങ്ങനെയാണ് ഈ ഫാമിലി മെമ്പറെ ഈ ഒരു ഫാമിലിയിലേക്ക് ആഡ് ചെയ്യുന്നുള്ള പ്രൊസീജിയറാണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, ഇനി ഒരു മാസ്റ്റർ ഡിവൈസിലേക്ക്, മാസ്റ്റർ അക്കൗണ്ടിലേക്ക് ഈ ഫാമിലി മെമ്പറെ, അതായത് ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഓറിബോയുടെ അക്കൗണ്ട് മെമ്പറെ ഈ ഒരു ഫാമിലിയിലേക്ക് എങ്ങനെ ഒരു മെമ്പർ ആയതുകൊണ്ട് ആഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ മീ എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്യാം. മീ ബട്ടൺ പ്രസ് ചെയ്തു. ഇനി നമുക്ക് ഫാമിലി മാനേജ്മെൻറ്റ് പോകാം. ഫാമിലി മാനേജ്മെൻറ്റ് ഇതിലിപ്പോൾ കറൻ്റ്ലി ഒരു മെമ്പറുള്ളൂ. ഫാമിലി മാനേജ്മെൻറ്റിൽ ഒരു മെമ്പർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ മെമ്പർ ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഫാമിലിയുടെ ഫുൾ ഡീറ്റെയിൽസ് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ ഇവിടെ ഫാമിലി മെമ്പേഴ്സ് ഓൺലി വൺ, ഒരു ഫാമിലി മെമ്പറുള്ളൂ. ഇവിടെ ലിസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഒരൊറ്റാളുള്ളൂ. ഇതിൻ്റെ തൊട്ട സൈഡിൽ ഇവിടെ ആഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആഡ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ആഡ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഈ യൂസറുടെ, അതായത് ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന യൂസറുടെ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ടാണല്ലോ ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഇമെയിൽ ഐ ഡി ഇവിടെ ടൈപ്പ് ചെയ്യാം. അപ്പോൾ അതെനിക്കറിയാം, ഞാനിവിടെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ആ ഒരു ഇമെയിൽ ഐ ഡി ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തുക ഇമെയിൽ ഐ ഡി. എന്നിട്ട് ഈ ആൾ നമ്മൾ ആഡ് ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടാണോ അതല്ല ഫാമിലി മെമ്പർ ആയിട്ടാണോ? അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് എപ്പോഴും ഒരാൾക്ക് കൊടുക്കാവൂ, അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ സെറ്റിംഗ് ഒക്കെ മാറി സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പർ ആയിട്ടാണ് അവർ സെലക്ട് ചെയ്തിട്ടുണ്ട്, ഫാമിലി മെമ്പർ. ഓക്കെ, ഇനി അവർക്ക് റൂം പെർമിഷൻ, ഏതൊക്കെ റൂമാണ് അവർ കൊടുക്കേണ്ടത്, എല്ലാ റൂമിൻ്റെ പെർമിഷൻ കൊടുക്കണോ അതല്ല ഓൺലി സം റൂംസിൻ്റെ പെർമിഷൻ കൊടുത്താൽ മതിയോ? ഞാനിപ്പോൾ ഇവിടെ ഫസ്റ്റത്തെ 3 കൊടുത്ത് ബാക്കിയെല്ലാം ഓഫ് ചെയ്യുന്നു. ഈ ആൾക്ക് ഫസ്റ്റത്തെ 3 ഏരിയയിൽ ആക്സസ് കൊടുക്കുന്നു, ബാക്കിയുള്ള ഏരിയ ഒന്നും ആക്സസ് കൊടുക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഡൈനിങ് ഹാള് ആക്സസ് കൊടുത്തു, കിച്ചൺ ആക്സസ് കൊടുത്തു, ഗ്രാൻഡ് മാസ് റൂം ആക്സസ് കൊടുത്തു, ബാക്കിയുള്ളതെല്ലാം ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി ബാക്കോട്ട് വന്നു. അതിലൊരു സിനാരിയോ പെർമിഷൻ, നമ്മൾ സിനാരിയോസ് ക്രിയേറ്റ് ചെയ്യും. ഡിവൈസ് പെർമിഷൻ, ഏതൊക്കെ ഡിവൈസുകളാണ് അവർക്ക് നമ്മൾ ഇപ്പോൾ പെർമിഷനൊക്കെ സെറ്റ് ചെയ്തു. സിനാരിയോ പെർമിഷൻസ് കൊടുത്തു. ഏതൊക്കെ സിനാരിയോ ആണ് ഈ ഒരു വ്യക്തിക്ക് ആക്സസിബിൾ ആവേണ്ടത്, അത് വേണ്ടത് കൊടുത്തു, വേണ്ടാത്തത് ക്യാൻസൽ ചെയ്തു. എന്നിട്ട് അത് കൺഫേം ചെയ്തു. ഇനി നമ്മൾ ഈ ഒരു മെയിൽ ഐ ഡിയുടെ കറക്റ്റ് കൺഫർമേഷൻ കൊടുക്കുമ്പോൾ ഈ മെയിൽ ഐ ഡി ഉറപ്പ് വരുത്തുക മെയിൽ ഐ ഡി കറക്റ്റ് ആണെന്നുള്ളത്. ഈ ഒരു ഡിവൈസിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച മെയിൽ ഐ ഡി തന്നെയാണ് നമ്മളിവിടെ കൊടുത്തത് എന്നുള്ളത് കൺഫേം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഇൻവൈറ്റ് ക്ലിക്ക് ചെയ്യാം. ഇൻവൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഇൻവിറ്റേഷൻ സെൻഡ്, ഇവിടെ ഒരു ഇൻവിറ്റേഷൻ ആക്സെപ്റ്റൻസ് നോട്ടീസ് വന്നിട്ട് അത് ആക്സെപ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഓക്കെ പ്രസ് ചെയ്യും. ഇതോടുകൂടി നമ്മൾ ഈ ഒരു ഫാമിലിയിലേക്ക്, ഈ മെയിൻ ഫാമിലിയിലേക്ക് ഫാമിലി മെമ്പർ ആക്സസ് ആയി. ഇനിയിപ്പോൾ അവരുടെ ലിമിറ്റേഷൻസ് നമ്മൾ 2 റൂമാണ് കൊടുത്തത്, 3 റൂമാണ് കൊടുത്തേക്കുന്നത്. കിച്ചണ്, ഗ്രാൻഡ് മാസ് റൂം ആൻഡ് ഡൈനിങ് ഹാൾ, ഇത്രയും കാര്യങ്ങളാണ് അവർക്ക് ആക്സസ് ഉള്ളത്. അതുപോലെ തന്നെ അവർക്ക് സിനാരിയോസ്, സ്മാർട്ട് സിനാരിയോസ്, ഇത്രയും സിനാരിയോസ് ആണ്. ഓൾ ഓഫ് എല്ലാം ഇതിനകത്തുനിന്ന് റിമൂവ് ചെയ്തു, കാരണം നമ്മളവിടെ അവർക്ക് പെർമിഷൻ കൊടുത്തിട്ടില്ല. പിന്നെ അതുപോലെ ഇവിടെ സെറ്റിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ ഡിവൈസ് സെറ്റിംഗ്, മെയിനായിട്ടുള്ള ഡിവൈസ് സെറ്റിംഗ് ഇതിനകത്ത് ഉണ്ടാവില്ല. നമുക്ക് ഈ ആപ്ലിക്കേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള സെറ്റിംഗ് മാത്രമാണ് ഇതിനകത്ത് കാണുന്നത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡിവൈസ് ആഡ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണില്ല. അത്രയുള്ള ലിമിറ്റേഷൻസോട് കൂടിയാണ് ഇപ്പോൾ ഈ ഒരു മെമ്പർ നമ്മൾ ഫാമിലിയിലേക്ക് ആഡ് ചെയ്ത്. ഇനി ഈ സമയത്തും ആ മെമ്പറുടെ ഇൻഫർമേഷൻസ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നേരത്തെ ഒരാളായിരുന്നു ഫാമിലി മെമ്പർ ഉണ്ടായിരുന്നു, ഇപ്പോൾ 2 ആളായിട്ടുണ്ട്. 2 ആൾ പേരോട് കാണുന്നുണ്ട്. ആ ആളെ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് അയാളുടെ പെർമിഷൻസ് ഒക്കെ ഇവിടുന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ ആ ആളെ നമ്മൾ അഡ്മിനിസ്ട്രേറ്റർ ആയി സെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. ഇൻ കേസ് ആ ഒരു ഫാമിലി മെമ്പറെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാൻ പറ്റും.